അനിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി. ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം. ഇരുവരും നൽകിയ വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളി. കേസിൽ ഇരുവർക്കുമെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം കോടതി ശരിവെച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇക്കാര്യത്തിൽ CPM നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും എതിരെ നിയമ നടപടികൾ വരും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? വിനോദ്, അരീർ ഷിക്കൂർ വധക്കേസിൽ വിചാരണ കൂടാതെ കുറ്റമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജിയാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളിയത്. അതുകൊണ്ട് തന്നെ ഇരുവരും വിചാരണ നേരിടണം. ഇരുവർക്കുമെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം കീഴ്ക്കോടതി, അതായത് പ്രത്യേക കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളൊരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് ജയരാജനും ടി വി രാജേഷും കോടതിയെ സമീപിച്ചത്. നേരത്തെ ഷുക്കൂറിന്റെ മാതാവായിട്ടുള്ള ആത്തിക്ക ഇതിൽ കക്ഷി ചേർന്നിരുന്നു. ഒപ്പം തന്നെ കൃത്യമായിട്ട് CBI ഇരുവർക്കുമെതിരായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇരുവരുടെയും വിടുതൽ ഹർജി തള്ളണമെന്നുള്ളതായിരുന്നു ആത്തിക്കയുടെ വാദം. എന്തായാലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിൽ അതിന്റെ ഗൂഢാലോചനയിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ജയരാജനും ടി വി രാജേഷിനും ഉണ്ട്. ഇത് സാധൂകരിക്കുന്ന കോൾ റെക്കോർഡിംഗ് ഡേറ്റ റെക്കോർഡുകൾ, ഒപ്പം തന്നെ മറ്റ് സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഒക്കെ തന്നെ ഉണ്ടെന്നും ഇത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇരുവരുടെ വിടുതൽ ഹർജി തള്ളിയത്. ഈ പി ജയരാജന്റെ കാറ് അത് ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഷുക്കൂറിനെ വധിച്ചത്. വളരെ വ്യക്തമാണ്. അരീർ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കളായ പി ജയരാജനും അതേപോലെ തന്നെ ടി വി രാജേഷും വിചാരണ നേരിടണം എന്നുള്ള നിലപാടിലേക്ക് എത്തുകയാണ് കോടതി. അത്തരത്തിലുള്ളൊരു വിധിയാണ് ഇന്ന് വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.